മാനേജ്മെന്റുകൾക്ക് അവരുടെ യൂണിഫോം നിശ്ചയിക്കാനുള്ള അവകാശമുണ്ടെന്നുള്ളതാണ് നിലവിൽ ഹൈക്കോടതി ഉത്തരവ് പറയുന്നത്. അതനുസരിച്ചുള്ള കാര്യമല്ലേ റീത്ത സ്കൂൾ ചെയ്തിട്ടുള്ളൂ. അവരൊരു യൂണിഫോം നിശ്ചയിച്ചു, അതിനുള്ള അവകാശം ഭരണഘടനാപരമായി അവർക്കുണ്ടെന്ന് ഹൈക്കോടതി തന്നെ സാക്ഷ്യപ്പെടുത്തുകയും അവിടെ ഏതെങ്കിലും തരത്തിൽ യൂണിഫോം മാറ്റാനുള്ള അവകാശം ആ സ്കൂൾ മാനേജ്മെന്റിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യുന്ന ഒരു കാര്യം, എനിക്ക് സ്കൂളിൽ പഠിക്കേണ്ട, ഈ യൂണിഫോം എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ ഇവിടുന്ന് TC വാങ്ങി മറ്റൊരു സ്കൂളിലേക്ക് പോകാം. പക്ഷേ യൂണിഫോം ഞാൻ ധരിക്കില്ലെന്നോ യൂണിഫോമിൽ മാറ്റം വരുത്തണമെന്നോ ഒരു ഇൻഡിവിജ്വലിന് പറയാനുള്ള അവകാശമില്ല. സ്കൂളിന് മാറ്റം. പക്ഷേ ആ സ്കൂൾ നിലവിൽ ഈ കുട്ടിയുടെ വിഷമം കണക്കിലെടുത്താണെങ്കിൽ പോലും ഈ കുട്ടിക്ക് അങ്ങനെ ഹിജാബ് ധരിക്കണമെന്ന് തോന്നിയാൽ ആ കുട്ടി വന്ന് ധരിച്ച് പഠിച്ചോട്ടെ, ആ കുട്ടിയുടെ പഠിപ്പാണ് ഞങ്ങൾക്ക് മുഖ്യം എന്ന് പറയാൻ കഴിയണം എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ അരുൺകുമാർ നടത്തിയ വ്യാജ പ്രചരണങ്ങളും ദീനീ വിരുദ്ധ പ്രസ്താവനകളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ തുറന്നു കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ടും കാണുക. നമുക്കെല്ലാവർക്കും അറിയാം, ഈ അടുത്ത കാലത്താണ് റിപ്പോർട്ടർ എന്ന ഒരു ചാനൽ തുടങ്ങിയത്. ആ റിപ്പോർട്ടർ ചാനൽ തുടങ്ങി ഡോക്ടർ അരുൺകുമാർ ആ റിപ്പോർട്ടർ ചാനലിലേക്ക് വരികയും ഈ അടുത്ത കാലത്തായിട്ട് ഈ ഡോക്ടർ അരുൺകുമാർ നിരവധി ഇസ്ലാം വിരുദ്ധ പ്രസ്താവനകളും പരാമർശങ്ങളും നടത്തുകയുണ്ടായിട്ടുണ്ട്. ഇപ്പം അടുത്ത കാലത്തായിട്ട് അത് വ്യാപകമായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിരീശ്വരവാദം മറ്റുള്ളവരിലേക്ക് കുത്തിവെക്കാനുള്ള, അതിനു വേണ്ടിയിട്ട് ഇസ്ലാമിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. പല സംഭവങ്ങളിലും അത് വ്യക്തമായിട്ടുള്ളതാണ്. ഈ ഹിജാബ് വിവാദത്തിലും അദ്ദേഹം അതേ രീതിയിൽ ഇസ്ലാമിനെ താറടിക്കാൻ വേണ്ടിയിട്ട്, മതത്തെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിരവധി പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ നിരന്തരമായിട്ട് ഇസ്ലാമിനെ താറടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളെ, ഒരു ചാനലിൻ്റെ മറവിലിരുന്ന് നിരീശ്വരവാദം വളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളെ ഈ ജനങ്ങൾക്ക് തുറന്ന് കാണിക്കുക തന്നെ വേണം. അദ്ദേഹം ആ ചാനലിൽ ഉള്ളിടത്തോളം കാലം ആ ചാനൽ നമ്മൾ ബഹിഷ്കരിക്കുക തന്നെ വേണം. ഈ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് മീറ്റ് ദ എഡിറ്റർ എന്ന പ്രോഗ്രാമിൽ അദ്ദേഹം നടത്തിയ ആദ്യത്തെ പ്രസ്താവനകൾ നമുക്കൊന്ന് കേൾക്കാം. ഒരു കുട്ടി തട്ടമിടണോ, ആ കുട്ടി തട്ടമിടാതിരിക്കണോ എന്നുള്ളത് ആ കുട്ടിയുടെ മാത്രം തീരുമാനമാകുമ്പോഴാണ് മതേതരത്വത്തിന് ഒരു സൗന്ദര്യം ഉണ്ടാകുന്നത്. മതേതരത്വം എന്ന ആശയത്തെ ലോകത്ത് വിവിധയിടങ്ങളിൽ വിവിധ രീതിയിലാണ് കാണുന്നത്. അതിനൊരു പൂർണ്ണമായിട്ട് സാർവലൗകികമായ ഒരു ആപ്ലിക്കേഷൻ ഇല്ല. ഞാനിതിൽ DDA പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്തുകയാണ്. DDAയുടെ റിപ്പോർട്ടിൽ വേണ്ടത്ര മനസ്സ് അർപ്പിക്കാതെ തീരുമാനമെടുത്ത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടും ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. നിങ്ങൾ കേട്ടല്ലോ, ആദ്യ ദിവസം ഇയാൾ പറഞ്ഞത് ആ DDAയുടെ അന്വേഷണ റിപ്പോർട്ട് ശരിയല്ല, ആ DDA എടുത്ത നിലപാട് ശരിയല്ല, ആ DDAയുടെ റിപ്പോർട്ടിന് അനുകൂലമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എടുത്ത നിലപാടും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നടത്തിയ പ്രസ്താവനകളൊന്നും ശരിയല്ല എന്ന് ഇയാൾ തർപ്പിച്ച് പറഞ്ഞതാണ്. പിന്നീട് ഇയാൾ കാല് മാറുന്നുണ്ട്, പ്ലേറ്റ് മാറ്റി മറിക്കുന്നുണ്ട്. അത് നമുക്ക് കാണാം. അതിനു മുമ്പ് ഈ വീഡിയോയുടെ ബാക്കി ഭാഗം കൂടി കേൾക്കാം. വിദ്യാഭ്യാസ മന്ത്രി നിലപാട് തിരുത്തും, ഇന്ന് രാവിലെ മയപ്പെട്ടു എന്നതിൻ്റെ സൂചന കൂടി നമ്മൾ കാണുന്നു. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മന്ത്രി ആ നിലപാട് തിരുത്തി ഈ സ്കൂളിനെതിരെ ഒരു നടപടിയും എടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്. ആണല്ലോ, ആ സ്കൂൾ ചെയ്ത ഏറ്റവും നെറികെട്ട വർഗീയ പ്രവർത്തനത്തിനെതിരെ ഒരു നടപടിയും എടുക്കരുതെന്നാണ് അരുൺകുമാറിന്റെ വാദം. ഇത്രയും കേരളത്തെ വർഗീയ കലാപമുഖരിതമാക്കാൻ പറ്റുന്ന ഒരു വർഗീയ നടപടിക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കരുത് എന്ന് ഇയാള് ചാനലിൽ ഇരുന്നു കൊണ്ട് പറയാണ്. ആ സ്കൂൾ മാനേജ്മെന്റും ആ പ്രിൻസിപ്പളും നടത്തിയ അതിഭീകരമായ വർഗീയ പ്രസ്താവന എത്രത്തോളം വലുതാണ്. എന്നിട്ട് ആ സ്കൂളിനെതിരെ ഒരു നടപടിയും എടുക്കരുതെന്ന് ഇയാൾ പറയുമ്പോൾ ആരെയാണ് ഇയാൾ പിന്തുണക്കുന്നത്? ഈ കേരളം കുട്ടിച്ചോറാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇയാൾ പിന്തുണയ്ക്കുകയല്ലേ ചെയ്യുന്നത്? ബാക്കി കേൾക്കാം. അതിന് 2-3 കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കൂടി ഞാൻ പറയാം. ഒന്ന്, ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് DDAയ്ക്കും AEയുടെയും റിപ്പോർട്ടിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് DDA കൊടുത്തു എന്ന് തന്നെയാണ് എൻ്റെ വാദം. എന്തുകൊണ്ടെന്നാൽ ഈ സംഭവം ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച്, അവിടുത്തെ പ്രാഥമിക സോഴ്സിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച്, പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് അവിടെ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പൊ DDAയ്ക്കും വിദ്യാഭ്യാസ മന്ത്രിക്കൊന്നും ഒരു അന്വേഷണത്തിനുള്ള കഴിവില്ല. അവർ മനസ്സിലാക്കിയത് സത്യസന്ധമല്ല. ഇയാളുടെ വിലയിരുത്തലും ഇയാൾ അന്വേഷിച്ച് മനസ്സിലാക്കിയത് മാത്രമാണ് ശരിയെന്നാണ് ഇയാൾ പറയുന്നത്. അപ്പൊ ആ അടിസ്ഥാനത്തിൽ സ്കൂളിന്റെ തീരുമാനത്തെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ആ സ്കൂൾ മാനേജ്മെന്റിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അയാൾ കുറ്റപ്പെടുത്തുന്ന ആരെയാണ്? ആ സ്കൂളിന്റെ നടപടിക്ക് ഇരയായ ആ കുടുംബത്തെയാണ് കുറ്റപ്പെടുത്തുന്നത്. ആ വിദ്യാർത്ഥിനിയെയാണ് കുറ്റപ്പെടുത്തുന്നത്. ആ വിദ്യാർത്ഥിനി ഈ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്ത പോലെയാണ് ഇയാൾ അവതരിപ്പിക്കുന്നത്. കേൾക്കാം നമുക്ക്.
ജൂൺ മാസം അഡ്മിഷൻ എടുക്കുന്ന ദിവസം മുതൽ 2-3 ദിവസം ഈ കുട്ടി സ്കാർഫ് ഇട്ട് വരുന്നുണ്ട്, അഥവാ ഹിജാബ് ധരിച്ചു വരുന്നുണ്ട്. എന്നാൽ സ്കൂളിലെ യൂണിഫോം അതിനനുവദിക്കുന്നില്ല എന്ന് സ്കൂളിലെ അധികൃതർ ഈ കുട്ടിയെ വളരെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ജൂൺ മാസത്തിൽ കുട്ടി വരുമ്പോൾ ഹിജാബ് ധരിക്കുന്നില്ല, ജൂലൈ മാസത്തിൽ കുട്ടി വരുമ്പോൾ ഹിജാബ് ധരിക്കുന്നില്ല, ഓഗസ്റ്റിലും സെപ്റ്റംബറിലും കുട്ടി ഈ സ്കൂളിൽ വരുമ്പോൾ ഹിജാബ് ധരിക്കുന്നില്ല, എന്തിന് ഒക്ടോബർ മാസത്തിലെ പാതി ദിവസങ്ങൾ വരെയും കുട്ടി ഹിജാബ് ധരിക്കുന്നില്ല, രക്ഷിതാക്കൾ കൊണ്ടുവരുന്നില്ല. 9-ാം തീയതി ആകുമ്പോഴേക്കും ആർട്സ് ഫെസ്റ്റിവലിൻ്റെ ദിവസം കുട്ടി വീണ്ടും ഈ ഹിജാബ് ധരിച്ചു വരുന്നു. അന്ന് അധ്യാപകർ കുട്ടിയെ വിലക്കുന്നില്ല. ഈ മീറ്റ് ദ എഡിറ്റേഴ്സ് പ്രോഗ്രാമിലെ ഉടനീളം അയാൾ ആ സ്കൂളിനെ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്, ആ മാനേജ്മെന്റിനെ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കുറ്റം മുഴുവൻ ആർക്കാണ്? ഹിജാബി വിവാദത്തിന്റെ ഇരയാക്കപ്പെട്ട ആ കുട്ടിയുടെ മേലിലെയും ആ പിതാവിന്റെയും ആ കുടുംബത്തിന്റെ മേലിലാണ് കുറ്റം മുഴുവൻ ഇയാൾ ചാർത്തപ്പെടുന്നത്. അതുപോലെ കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് നൽകിയ DDക്കാണ് ഇയാൾ കുറ്റം ചാർത്തിക്കൊള്ളുന്നത്. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ മേൽ ശക്തമായ പ്രസ്താവന ഇറക്കിയ, താക്കീത് കൊടുത്ത മന്ത്രിക്ക് മേലാണ് ഇയാൾ കുറ്റം ആരോപിക്കുന്നത്. എന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണക്കാരായ ആ സ്കൂളിന് മേലോ ആ സ്കൂൾ മാനേജ്മെന്റിനോ ഇയാൾ ഒരു കുറ്റവും പറയുന്നില്ല. അവരെ ന്യായീകരിക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം ഇയാളെ ഉള്ളിലുള്ള വിഷത്തെ. ഇസ്ലാമിനെ താറടിക്കാൻ വേണ്ടി ഏത് വർഗീയ വിഷത്തെയും ന്യായീകരിക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. ഈ ഒരു ചാനൽ ബഹിഷ്കരിക്കണ്ടേ? നമ്മൾ ഈ അരുൺകുമാറിനെ നമ്മൾ ബഹിഷ്കരിക്കണ്ടേ? അയാളുടെ ഈ കപട മുഖം നമ്മൾ തുറന്നു കാണിക്കണ്ടേ? കുട്ടി അവിടെ ഒരു തരത്തിലും പുറത്താക്കപ്പെടുന്നില്ല. ആർട്സ് ഫെസ്റ്റിവലിൽ അവിടെ ഇരുന്ന് കുട്ടി ആ പരിപാടി ആസ്വദിക്കുകയും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഒരു തരത്തിലും ആ കുട്ടി അവിടെ നിന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല. സ്കൂൾ ഒരു തരത്തിലുള്ള വീഴ്ചയും അന്ന് ചെയ്യുന്നില്ല. 2-ാമത്തെ ദിവസം കുട്ടി, ശനിയാഴ്ചയാണ്, അധ്യയന ദിവസമാണ്. ആ ദിവസം കുട്ടിയെ സ്കൂളിൽ വരുന്ന സമയത്ത് രക്ഷിതാവ് കൂടി വരുന്നു. തീർച്ചയായിട്ടും അധ്യാപകർ പറഞ്ഞിട്ടുണ്ടാവും യൂണിഫോം പാലിക്കണം. ഇയാളെ എങ്ങോട്ടാണ് പറഞ്ഞു കൊണ്ടുപോകുന്നത്? ആ വിദ്യാർത്ഥിനി യൂണിഫോം ഇടാതെയാണ് സ്കൂളിലേക്ക് വന്നത് എന്നല്ല ഇയാൾ പറഞ്ഞു കൊണ്ടുവരുന്നത്. സത്യത്തിൽ അതാണ് സംഭവിച്ചത്. ആ വിദ്യാർത്ഥി യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെയല്ലേ സ്കൂളിൽ വരാറുള്ളത്. യൂണിഫോമിന്റെ മേലെ ഒരു തട്ടം കൂടി ഇടുന്നുണ്ടെന്നല്ലേ ഉള്ളൂ. ഇത് എല്ലാ സ്കൂളിലും നടക്കുന്നതല്ലേ? എല്ലാ യൂണിഫോം ഇട്ട സ്കൂളിലും നടക്കുന്നതാണ് ആ യൂണിഫോം എന്ന വസ്ത്രത്തിന്റെ പുറമെ മുസ്ലിം കുട്ടികളാണെങ്കിൽ തട്ടം കൂടി ഇടുന്നുള്ളത്. അതേ ആ കുട്ടിയും ചെയ്തിട്ടുള്ളൂ. അവിടുത്തെ നിയമാവലിയിൽ തട്ടമിടാൻ പാടില്ല എന്നും പറഞ്ഞിട്ടില്ല. അതൊന്നും ഇതുവരെ ആ സ്കൂൾ മാനേജ്മെന്റിനെ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഈ അരുൺകുമാറും കാണിച്ചിട്ടില്ല. എന്നിട്ട് ഇയാൾ പറഞ്ഞുകൊണ്ട് വരുന്ന എന്താണ്? അവിടുത്തെ യൂണിഫോം ആ സ്കൂളിലെ നിയമമാണ്, അത് ഇടാതെ വന്നാൽ പുറത്താക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്ന്. അപ്പൊ അതിനർത്ഥം എന്താ? ഈ കുട്ടി യൂണിഫോം ഇടാതെയാണ് സ്കൂളിൽ വന്നതെന്നല്ലേ? എന്തൊക്കെ വ്യാജ പ്രചരണങ്ങളാണ് ആ കുട്ടിയെയും കുടുംബത്തെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ഇയാൾ ശ്രമിക്കുന്നത്, ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ ഈ അധ്യാപകർ വിളിച്ചറിയിക്കാറുണ്ട്. കുട്ടി യൂണിഫോം ഇടാതെ വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ശാസനകൾ കൊടുക്കും, രക്ഷിതാക്കളെ വിളിച്ചറിയിക്കും, ഇല്ലെങ്കിൽ ഡയറിയിൽ എഴുതി കൊടുത്തുവിടും. അതൊക്കെ അതാത് സ്കൂളുകളുടെ അവകാശമാണ്. അതവർ ചെയ്തു. അപ്പോൾ രക്ഷിതാവ് വരുന്നു, രക്ഷിതാവ് വന്നിട്ട് പറയുന്നു അങ്ങനെ ഞാൻ മോളെ വിളിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞ്. രക്ഷിതാവാണ് അവിടെ പ്രശ്നമുണ്ടാക്കിയത്. സ്കൂൾ കുട്ടിയെ പുറത്താക്കിയിട്ടില്ല. ഇതാണ് ഇയാൾ ആദ്യ ദിവസം പറഞ്ഞത്. ഇത് എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? സംഭവിച്ചാതല്ലോ. അവിടെ സംഭവിച്ച എന്താണ്? അവിടെ സാധാരണ ആ കുട്ടി ഹിജാബ് ധരിച്ചു തന്നെയാണ് സ്കൂളിൽ വരാറുള്ളത്. പക്ഷേ ഗേറ്റിൽ വെച്ചുകൊണ്ട് ആ കുട്ടി ഹിജാബ് ഒരു ബാഗിൽ വെച്ച് സ്കൂൾ ക്ലാസ് റൂമിലേക്ക് കടക്കും. അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. എന്നാൽ അന്ന് ക്ലാസ് ഇല്ലാത്തൊരു ദിവസമായതുകൊണ്ട്, ഒരു യുവജനോത്സവത്തിന്റെ പ്രോഗ്രാം ആയതുകൊണ്ട് ആ കുട്ടി പ്രശ്നമുണ്ടായിരിക്കില്ലല്ലോ, ക്ലാസ്സിൽ ഇരിക്കുന്നില്ലല്ലോ എന്ന് കരുതി ആ തട്ടം ധരിച്ചുകൊണ്ട് കോമ്പൗണ്ടിലേക്ക് കടക്കുകയും ചെയ്യുന്നു. എന്നാൽ അത് കണ്ട പ്രിൻസിപ്പാൾ ഈ കുട്ടിയെ ശക്തമായിട്ട് ശകാരിക്കുന്നു. ഇത് മറ്റു കുട്ടികൾ കാണുന്നുണ്ട്. ഇങ്ങനെ ശകാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം ആ പിതാവ് ഇത് ചോദിക്കാൻ വേണ്ടി വരികയാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ അരുൺകുമാർ പറയുന്ന പോലൊന്നുമല്ല, പച്ചക്കള്ളമാണ് ഇയാൾ പറയുന്നത്. ആ കുട്ടിയെയും കുടുംബത്തെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട്, ആ സ്കൂളിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പച്ചക്കള്ളമാണ് പറയുന്നത്. കൃത്യമായ അതിന്റെ വസ്തുതകൾ മറ്റു ചാനലിലൂടെ നമ്മൾ കണ്ടതാണ്. ആ പിതാവും ആ പിതാവിന്റെ അഡ്വക്കേറ്റും തുറന്നു പറഞ്ഞതാണ്. ആ ദിവസം രക്ഷിതാവാണ് ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഈ സ്കൂൾ ഈ കുട്ടിയെ പുറത്താക്കിയിട്ടില്ല, TC കൊടുത്തു പറഞ്ഞു വിട്ടിട്ടില്ല. 3-ാമത്തെ ദിവസം കുട്ടിയെ രക്ഷിതാവ് മാത്രമല്ല വരുന്നത്, ആ പ്രദേശത്തുള്ള ഒരു SDP-യുടെ മണ്ഡലം പ്രതിനിധി കൂടി അവിടെ വന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പിതാവ് ഒരു പക്ഷേ തനിക്കൊരു ബലത്തിന് വേണ്ടിയിട്ട് ഒരു നാട്ടുകാരനോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും സുഹൃത്തിനെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടാവാം. അങ്ങനെ ആ വന്ന ആള് SDP-യുടെ പ്രവർത്തകനാണ്, നേതാവാണെന്ന് വെച്ചിട്ട് അതെങ്ങനെ SDP ഏറ്റെടുത്തു എന്ന് പറയാൻ പറ്റും? ആ പിതാവ് തനിക്ക് സ്കൂളിൽ ഇങ്ങനെ ഒരു പ്രശ്നം മകൾക്ക് ഉണ്ടാകുമ്പോൾ അത് ചോദിക്കാൻ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സുഹൃത്തുക്കളെയോ നാട്ടുകാരെയോ കൂട്ടിപ്പോവില്ലേ? അത് ഏത് നാട്ടിലും നടക്കുന്ന കാര്യമാണ്, അത് സ്വാഭാവികം മാത്രമാണ്. പക്ഷെ കൂട്ടിപ്പോയ ആള് SDP-ക്കാരനായതുകൊണ്ട് മാത്രം
അതെങ്ങനെ SDPI ഏറ്റെടുത്ത് വർഗീയമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്ന് പറയാൻ പറ്റുക? അപ്പൊ ഇതൊക്കെ ഒരു പ്രശ്നവൽക്കരിക്കാൻ വേണ്ടി ഇയാൾ നടത്തുന്ന പ്രസ്താവനകളാണ്. അപ്പോൾ കാര്യങ്ങൾ എന്താണ്? ഇത് ഒരു വിദ്യാർത്ഥിയും സ്കൂളും തമ്മിലുള്ള വിഷയത്തിൽ നിന്ന്, രക്ഷിതാവും സ്കൂളും തമ്മിലുള്ള വിഷയത്തിൽ നിന്ന് ഒരു സംഘടനയും സ്കൂളും തമ്മിലുള്ള സഭയും തമ്മിലുള്ള വിഷയമായിട്ട് മാറി. ഇവിടെയാണ് അതിനകത്തെ വർഗീയമായിട്ടൊരു എലമെന്റ് വരുന്നത്. അന്ന് ജൂണിൽ ഈ കുട്ടിക്കും രക്ഷിതാക്കൾക്കും മനസ്സിലായി, ഉമ്മയ്ക്കത് കൃത്യമായി മനസ്സിലാവുകയും ആ കുട്ടിയെ സ്കൂളിൽ അയക്കുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പൊടുന്നനെ ഒരു ആവശ്യമായി വരുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷെ ഈ തട്ടമിടുക എന്നത് പൊടുന്നനെ ഒരു ആവശ്യമായിട്ട് കുട്ടി കൊണ്ടുവന്നു എന്നാണ് ഇയാൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണോ? അല്ലല്ലോ. ആ പിതാവിനോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ കുട്ടിയോട് ചോദിച്ചാൽ വ്യക്തമായിട്ട് പറയും, എല്ലാ ദിവസവും ആ കുട്ടി തട്ടമിട്ട് തന്നെയാണ് സ്കൂളിൽ വരാറുള്ളത്. എന്നാൽ ഗേറ്റിൽ വെച്ച് അത് ഊരി തൻ്റെ ബാഗിൽ വെച്ചിട്ട് ക്ലാസ് റൂമിലേക്ക് കയറിപ്പോകും. സംഭവം നടന്ന ദിവസം ക്ലാസ് ഇല്ലാത്തത് കൊണ്ട്, അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നത് കൊണ്ട് ഇന്ന് പ്രശ്നമുണ്ടാവില്ല എന്ന് കരുതി ആ കുട്ടി തൻ്റെ തട്ടം ബാഗിൽ ഊരി വെക്കുന്നില്ല. അങ്ങനെ കോമ്പൗണ്ടിലേക്ക് കടക്കുമ്പോഴാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത്. അല്ലാതെ കരുതി കൂട്ടി ഒരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി പൊടുന്നനെ ഒരു ദിവസം തട്ടമിട്ട് വന്നതല്ല. അരുൺകുമാർ പറയുന്നത് പോലെ ഇയാള് പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ ശ്രമിക്കുന്നത്. എങ്ങനെയാണ് പൊടുന്നനെ ഒരു ആവശ്യമായി വരുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷെ നമുക്ക് പറയാം, ഏത് സമയത്തും ഒരാൾക്ക് ഇതൊരു എസെൻഷ്യൽ പ്രാക്ടീസ് ഓഫ് റിലീജിയൻ ആണ്, മതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഉപയോഗം ഈ സ്കാർഫിനുണ്ടെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വരാമെന്നൊക്കെ വിശാലമായ വാദം പറയാം. അങ്ങനെ വാദം വന്നാൽ ഈ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അങ്ങ് മനസ്സിലാക്കേണ്ടത്, DDO മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ സംസ്ഥാനത്ത് 2018 ഹൈക്കോടതി പുറത്തിറക്കിയ ക്രൈസ്റ്റ് നഗർ സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവുണ്ട്. അന്ന് ജസ്റ്റിസ് മുഷ്താഖിൻ്റെ ഓർഡറിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആ ഭാഗം വായിക്കാം. ആ ഭാഗം കേട്ടുകഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു സംശയമുണ്ടാവില്ല, ആർക്കും ഒരു സംശയമുണ്ടാവില്ല നിലവിലിരിക്കുന്ന നിയമവ്യവസ്ഥയിൽ എന്താണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതി ആ വിദ്യാർത്ഥിനിയുടെ ആവശ്യം തള്ളിക്കൊണ്ട് പറയുന്നത്, in such view of the matter, I am of the considered view that the petitioner cannot seek imposition of their individual right against the larger interest right of the institution. It is for the institution to decide whether the petitioners can be permitted to attend classes with a headscarf and full sleeve shirt. It is purely within the domain of the institution. The court cannot even direct the institution to consider such a request. അതായത് രണ്ട് മൗലിക അവകാശങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റിൽ വരുന്നു. ഒന്ന്, ഒരു കളക്റ്റീവ് റൈറ്റ് വരുന്ന ഒരു ഡൊമിനന്റ് റൈറ്റും ഒരു ഇൻഡിവിജ്വൽ റൈറ്റും തമ്മിൽ കോൺഫ്ലിക്റ്റിൽ വന്നാൽ ബാലൻസ് ടെസ്റ്റ് അവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഇന്ത്യയിലെ ജുഡീഷ്യറിയുടെ തത്വം. ആ ബാലൻസ് ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഏതാണോ ഡൊമിനന്റ് റൈറ്റ് അതിനാണ് പ്രാമുഖ്യം കിട്ടുക. ഇവിടെ ഡൊമിനന്റ് റൈറ്റിന് പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത് ഹൈക്കോടതി 2018 ഒരു സംശയത്തിനും ഇടതയില്ലാത്ത വിധം പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 19 അനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ റൺ ചെയ്യാനുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റൈറ്റ് ആണ് ഡൊമിനന്റ് റൈറ്റ്. വിദ്യാർത്ഥിയുടെ ആർട്ടിക്കിൾ 25 പ്രകാരമുള്ള മൗലികാവകാശം തന്നെയാണ്, പക്ഷേ ഒരു ഡൊമിനന്റ് റൈറ്റിന് മുന്നിൽ അത് നിഷ്പ്രഭമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഡൊമിനന്റ് റൈറ്റിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മാനേജ്മെന്റുകൾക്ക് അവരുടെ യൂണിഫോം നിശ്ചയിക്കാനുള്ള അവകാശമുണ്ടെന്നുള്ളതാണ് നിലവിൽ ഹൈക്കോടതി ഉത്തരവ് പറയുന്നത്. അതനുസരിച്ചുള്ള കാര്യമല്ലേ റീത്ത സ്കൂൾ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, എന്താണ് പറയുന്നത്? 2018 ഒരു കോടതി വിധി പ്രകാരം സ്കൂളിന്റെ നിയമത്തിന് മുമ്പിൽ വ്യക്തി നിയമം മാറ്റിവെക്കണം എന്നുള്ളതാണ്. സ്കൂളിന്റെ നിയമത്തിന് മുമ്പിൽ വ്യക്തി നിയമം മാറ്റിവെക്കാൻ ഇയാൾ പറഞ്ഞു, ശരിയാണ്. പക്ഷെ ഇവിടെ സ്കൂളിന്റെ നിയമവിരുദ്ധമായിട്ട് ആ കുട്ടി ഒന്നും ചെയ്തിട്ടില്ല. തലയിൽ തട്ടമിടരുത് എന്ന് സ്കൂളിന്റെ നിയമത്തിലില്ല. അങ്ങനെ ആ നിയമത്തിൽ എഴുതി ചേർത്തത് ഒരാൾക്കും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ ആയിട്ടും. ആ സ്കൂൾ മാനേജ്മെന്റിന് പോലും അങ്ങനെ ഒരു നിയമം വെച്ചതായിട്ട് അവരുടെ ബൈലോയിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡോക്ടർ അരുൺകുമാറും കാണിച്ചിട്ടില്ല. യൂണിഫോം ഇടണം എന്ന് മാത്രമാണ് ആ ബൈലോയിലുള്ളത്. എല്ലാ സ്കൂളിലും ചെയ്യുന്നത് പോലെ ആ കുട്ടിയും യൂണിഫോം ഇട്ടിട്ട് തന്നെയാണ് പോകുന്നത്. യൂണിഫോം ഉള്ള എല്ലാ സ്കൂളിലും മുസ്ലിം കുട്ടികൾ ചെയ്യുന്നത് പോലെ യൂണിഫോമിന്റെ പുറമെ ഒരു തട്ടമിടാറുണ്ട്. അതുപോലെ തന്നെയാണ് കുട്ടിയും പോകാറുള്ളത്. അല്ലാതെ നിയമത്തിന് വിരുദ്ധമായിട്ട്, സ്കൂളിന്റെ ബൈലോക്ക് വിരുദ്ധമായിട്ട് ആ കുട്ടി ഒന്നും ചെയ്തിട്ടില്ല. യൂണിഫോം തന്നെയാണ് ഇടുന്നത്. ഇയാൾ പറയാൻ ശ്രമിക്കുന്നത് ആ സ്കൂളിന്റെ നിയമത്തിനെതിരായി യൂണിഫോം ഇടാതെ ആ കുട്ടി പോയി എന്ന രീതിയിലാണ് ഇയാൾ പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ കോടതി വിധിക്ക് എതിരായിട്ടല്ല ആ കുട്ടി ചെയ്തിട്ടുള്ളത്. കോടതി വിധിക്ക് എതിരായി ചെയ്യണമെങ്കിൽ ആ സ്കൂളിന്റെ നിയമം തെറ്റിക്കണം. സ്കൂളിന്റെ നിയമത്തിൽ തട്ടമിടാൻ പാടില്ല എന്ന് എഴുതി ചേർക്കാത്തത് കൊണ്ട് ആ സ്കൂളിന്റെ നിയമം കുട്ടി തെറ്റിച്ചിട്ടില്ല, ആ പിതാവ് തെറ്റിച്ചിട്ടില്ല. അപ്പൊ ഇയാള് ഇവിടെ ആ കുട്ടിയെയും പിതാവിനെയും കുടുംബത്തെയും പ്രതിക്കൂട്ടിലാക്കി കേരളീയ ജനതയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ പരിപാടിയിലൂടെ ശ്രമിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ ഇങ്ങനെ ശ്രമിക്കുന്നത്? കാസക്ക് വേണ്ടിയിട്ടോ, സംഘപരിവാറിന് വേണ്ടിയിട്ടോ, അതല്ലെങ്കിൽ കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ, ഈ വിവാദം കത്തിച്ചു നിർത്തി കൂടുതൽ പ്രേക്ഷകരെ നേടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം നടത്തുന്നത്?
അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയിട്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് ഡോക്ടർ അരുൺകുമാർ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഈ ചാനലിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ ചാനലിന്റെ മറവിൽ മുസ്ലിം വിരോധം വളർത്താൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? അവരൊരു യൂണിഫോം നിശ്ചയിച്ചു, അതിനുള്ള അവകാശം ഭരണഘടനാപരമായി അവർക്കുണ്ടെന്ന് ഹൈക്കോടതി തന്നെ സാക്ഷ്യപ്പെടുത്തുകയും അവിടെ ഏതെങ്കിലും തരത്തിൽ യൂണിഫോം മാറ്റാനുള്ള അവകാശം ആ സ്കൂൾ മാനേജ്മെന്റിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യുന്ന ഒരു കാര്യം, എനിക്ക് സ്കൂളിൽ പഠിക്കേണ്ട, ഈ യൂണിഫോം എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഇവിടുന്ന് TC വാങ്ങി മറ്റൊരു സ്കൂളിലേക്ക് പോകാം. പക്ഷേ യൂണിഫോം ഞാൻ ധരിക്കില്ലെന്നോ യൂണിഫോമിൽ മാറ്റം വരുത്തണമെന്നോ ഒരു ഇൻഡിവിജ്വലിന് പറയാനുള്ള അവകാശമില്ല. സ്കൂളിന് മാറ്റം വരുത്താം എന്നുള്ളതാണ്. അപ്പോൾ മൂന്നാമത്തെ ഒന്ന്, ഹൈക്കോടതിയുടെ ഉത്തരവ് അവിടെ നിൽക്കുന്നു. രണ്ട്, നേരത്തെ ഈ വിദ്യാർത്ഥി ജൂൺ മാസം മുതൽ അവിടെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തും സ്കാർഫ് ഉപയോഗിക്കാതെ വന്നു. പൊടുന്നനെ ഇതൊരു പ്രത്യേക ആവശ്യമായി വരുന്നു എന്നുള്ളതാണ് അതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതൊന്നും DD പരിശോധിച്ചില്ല കേട്ടോ. മൂന്നാമത്തെ ഒരു കാര്യം, അതും DDയോ സർക്കാരോ പരിശോധിക്കാതെയാണ് തിടുക്കപ്പെട്ടൊരു തീരുമാനത്തിലേക്ക് പോയത്. ഇതൊന്നും DDയും സർക്കാരൊന്നും പരിശോധിച്ചില്ല. ഇയാളെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. ഇയാൾ നല്ല കഴിവുള്ള ആളാണ്. DDക്കോ വിദ്യാഭ്യാസ മന്ത്രിക്കോ സർക്കാരിനോ ഒന്നും ഒരു കഴിവില്ല. ഇയാൾക്ക് മാത്രമാണ് കഴിവ്. മുസ്ലിം വിരോധം തലക്ക് പിടിച്ചാലേ പിന്നെ എന്തൊക്കെയാണ് പറയുന്നതിന് ഒരു പിടുത്തം ഉണ്ടാവില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, ഇഷ്ടംപോലെ ഉണ്ട് ഇയാളുടെ ഇത്തരത്തിലുള്ള ഇരട്ടവാദങ്ങളും വൈരുദ്ധ്യങ്ങളും ഇസ്ലാമിനെതിരെയുള്ള പ്രസ്താവനകളും ഇഷ്ടംപോലെ ഉണ്ട്. ഈ ഒരു പരിപാടി കഴിഞ്ഞ പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ഇയാൾ നടത്തിയ ഒരു പ്രസ്താവന, കേരളീയ ജനത ഉണർന്നു വരുമ്പോൾ ഇയാൾ നടത്തിയ ഒരു മതനിരാസ പ്രസ്താവന നമ്മളൊന്ന് കേൾക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒന്നേ നമുക്ക് പറയാനുള്ളൂ, എല്ലാവരോടും നമ്മൾ ആദ്യം മുതൽ പറയുന്നു, നിങ്ങൾ വായനശാലകളിലേക്കും സ്കൂളുകളിലേക്കും കളിയിടങ്ങളിലേക്കും തൊഴിലിടങ്ങളിലേക്കും ദൈവത്തെ ഓർത്ത് ഈ ദൈവത്തെ കൊണ്ടുവരരുതേ എന്നുള്ളതാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. അവിടെ പണിയെടുക്കുന്ന മനുഷ്യർ, പഠിക്കുന്ന മനുഷ്യർ പല ജാതി മനുഷ്യരാണ്, പല മതത്തിൽപ്പെട്ട മനുഷ്യരാണ്, മതമില്ലാത്തവരും അവിടെ പഠിക്കുന്നുണ്ട്. നിങ്ങൾ സ്കൂളിലേക്ക് വരരുതേ എന്ന് മാത്രം ഒരു പ്രാർത്ഥനയുള്ളൂ. ദൈവത്തെ ഓർത്ത് ദൈവത്തെ കൊണ്ടുവരരുതേ എന്നുള്ളത്. ഇയാൾ എന്താ ചിന്തിക്കുന്നത്? ഈ ദൈവം എന്നുള്ളത് ബാഗിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വസ്തുതാണെന്നോ? പബ്ലിക് സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ദൈവത്തെ കൊണ്ടുവരരുത്, നിങ്ങളത് റൂമിൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചാൽ മതി എന്ന് പറയാൻ ദൈവം എന്താണ്? ഒരു വസ്തുവാണോ? അല്ലെങ്കിൽ ദൈവവിശ്വാസം എന്നുള്ളത് മനുഷ്യനെ തോന്നുമ്പോൾ എടുത്തണിയുകയും തോന്നുമ്പോൾ ഊരി വെക്കുകയും ചെയ്യുന്ന സാധനമാണോ? ദൈവവിശ്വാസം എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഉള്ളിൽ എല്ലാ സമയത്തും ഉണ്ടാവേണ്ടതല്ലേ? അത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ? അത് മനുഷ്യന് ഏത് സാഹചര്യത്തിലാണെങ്കിലും ആ ദൈവവിശ്വാസം ഉണ്ടാവേണ്ടത് അനിവാര്യമല്ലേ? അങ്ങനെയാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. ഇയാൾ മതത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. ഇയാൾ മറ്റു മതങ്ങൾ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഒരു പള്ളിയിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്ത്യാനികളെ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രമേ ദൈവമുള്ളൂ എന്ന് മാത്രമേ ഇയാൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. മുസ്ലിം വിശ്വാസത്തെക്കുറിച്ച് ഇയാൾക്കൊരു ചുക്കും അറിയില്ല. മുസ്ലിം വിശ്വാസം എന്നാൽ ദൈവത്തെ ഏത് സമയത്തും ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു വിശ്വാസമാണ് മുസ്ലിം വിശ്വാസം എന്നുള്ളത്. അത് ഏതെങ്കിലും സമയത്ത് മാറ്റിവെക്കുന്ന ഒന്നല്ല. അവൻ്റെ എല്ലാ പ്രവൃത്തിയിലും ദൈവത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ചെയ്യുന്നത്. അല്ലാതെ ഇയാൾ പറയുന്നത് പോലെ പൊതുസ്ഥലങ്ങളിലേക്ക്, വായനശാലകളിലേക്കും സ്കൂളിലേക്കും ദൈവത്തെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം അവിടെ മാറ്റിവെച്ച് കൊണ്ടുപോകണം സ്കൂളിലേക്ക് പോകാൻ, വായനശാലയിലേക്ക് പോകാൻ, പൊതുസ്ഥലങ്ങളിലേക്ക് പോകാൻ എന്നാണ് ഇയാൾ പറയുന്നത്. അങ്ങനെ ദൈവവിശ്വാസത്തെ മുസ്ലിമിന് ഒരു സമയത്തും മാറ്റിവെക്കാൻ പറ്റൂല. അങ്ങനെ മാറ്റിവെക്കുന്നവൻ കപടവിശ്വാസിയാണ്. അതാദ്യം അരുൺകുമാർ മനസ്സിലാക്കണം. എന്താണ് ഇസ്ലാമിൻ്റെ വിശ്വാസം? എന്താണ് മുസ്ലിമിൻ്റെ വിശ്വാസം? എന്താണ് ഇസ്ലാമിൻ്റെ അടിത്തറ എന്നുള്ളത് ആദ്യം അരുൺകുമാർ ചോദിച്ച് മനസ്സിലാക്കണം. വലിയ ബുദ്ധിജീവിയാണെന്ന് ലോക വിവരങ്ങൾ അറിഞ്ഞിട്ട് കാര്യമില്ല. ഇത്തരം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ കാലിന് കീഴിലുള്ള ആളുകളുടെ വിശ്വാസത്തെക്കുറിച്ച് അറിയാതെ കുറേ വലിയ വലിയ ഫിലോസഫികൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ മന്ത്രിയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അതുവരെ മന്ത്രിയുടെ നിലപാട് തെറ്റാണെന്ന് പറഞ്ഞ അയാൾ ഈ മന്ത്രിയെ ഫോണിൽ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇയാളുടെ കപട മുഖമാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത്. നമസ്കാരം മിനിസ്റ്റർ, എനിക്കറിയാം ഇന്ന് വലിയ തിരക്കുള്ളൊരു ഷെഡ്യൂളാണ്, അതിനിടയിലും രാവിലെ ചേർന്നതിലുള്ള സ്നേഹം അറിയിക്കുന്നു. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ, നമുക്കൊപ്പം ചേരുകയാണ്. യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞൊരു സ്കൂളിൽ നിന്ന് TC വാങ്ങി പോകേണ്ടി വരുന്നൊരു സാഹചര്യം, അതാ കുട്ടിയുടെ ആവശ്യമല്ലാതെ. കുട്ടിയുടെ ആവശ്യമില്ലാതെ എന്നൊരു വാക്ക് ഇയാൾ വെക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ ആവശ്യമല്ല എന്ന് ഇയാളോട് ആരാ പറഞ്ഞത്? ആ പിതാവ് നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ, കുട്ടിയാണ് എന്നോട് ആവശ്യപ്പെട്ടത് ആ സ്കൂളിൽ എനിക്ക് തുടരാൻ താല്പര്യമില്ല എന്നുള്ളത്. പിന്നെയും ഇയാൾ കൊണ്ടുവരുന്ന എങ്ങോട്ടാണ്? കുട്ടിയുടെ ആവശ്യമില്ലാതെ TC വാങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്നുള്ളത്. അപ്പൊ ഇയാൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ആ പിതാവിന്റെയും ആ കുടുംബത്തിന്റെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് അവിടുന്ന് TC വാങ്ങാൻ കുട്ടി നിർബന്ധിതനായത് എന്നാണോ? പച്ചക്കള്ളം ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാൻ നാണമില്ലേ അരുൺകുമാറെ? അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായ സാഹചര്യമാണ് എന്ന് തന്നെയാണ്. മാത്രമല്ല, ഹിജാബാണെങ്കിലും ഏത് മതപരമായിട്ടുള്ള അടയാളമാണെങ്കിലും അത് ഭീതി ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. അത് അപരവിദ്വേഷത്തിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് വിലയിരുത്തൽ. അതൊരിക്കലും ഉത്തരവാദിത്വമുള്ള ആരുടെയും ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു.
പക്ഷേ നിർഭാഗ്യവശാൽ കാര്യങ്ങൾ അതിനും അപ്പുറത്തേക്ക് കൈവിട്ടു പോകുന്ന സാഹചര്യമുണ്ടായി. ആ കുഞ്ഞ് ഇപ്പോൾ ആ സ്കൂളിൽ നിന്ന് TC വാങ്ങി പോകുന്ന ഒരവസ്ഥയിലാണ് എത്തുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി തുടക്കം മുതൽ തന്നെ ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധം ആ കുട്ടിക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. തുടക്കം മുതൽ വിദ്യാഭ്യാസ മന്ത്രി ആ കുട്ടിക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നതെന്ന് ഇയാൾ പറഞ്ഞല്ലോ. തലേന്ന് പറഞ്ഞത് ആ വിദ്യാഭ്യാസ മന്ത്രി എടുത്ത നിലപാട് തെറ്റാണെന്ന്, ആ കുട്ടിക്കൊപ്പം നിന്നത് തെറ്റാണെന്നാണ് ഇയാൾ തലേന്ന് പറഞ്ഞത്. ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രിയെ ഫോൺ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ന്യായീകരിച്ച് പറയണേ. ഒരു സൈക്കിളിൽ നിന്ന് വീണ ഒരു ചിരിയും മുഖത്തുണ്ട്. ഹിജാബിട്ട കുട്ടിയെ ഒപ്പം ചേർത്തു പിടിച്ചാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്. അത് അധികം ആളുകൾ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മിനിസ്റ്റർ നമുക്കൊപ്പമുണ്ട്. മിനിസ്റ്റർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മിനിസ്റ്റർ, ആദ്യം തന്നെ ആ സോഷ്യൽ മീഡിയയിലെ ആ പോസ്റ്റ് ഒരുപാട് സന്ദേശം നൽകുന്നതായിരുന്നു. തട്ടമിട്ട കുട്ടിയെ ചേർത്തു പിടിക്കുന്നതാണ് കരുതൽ എന്ന് മിനിസ്റ്റർ പറഞ്ഞത് വലിയൊരു ആത്മവിശ്വാസം. സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ് കുട്ടിയെ ചേർത്ത് പിടിക്കുന്ന ഒരു പോസ്റ്റാണ്. അതേ നിലപാടനാണ് മന്ത്രി ആ കുട്ടിയുടെ വിഷയത്തിലും എടുത്തിട്ടുള്ളത്. എന്നാൽ ആ കുട്ടിയെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ച ആ നിലപാട് തെറ്റാണെന്നും സോഷ്യൽ മീഡിയയിൽ ചെയ്ത പോസ്റ്റ് ശരിയാണെന്നും പറയുന്ന അനിൽകുമാറെ, നിനക്കൊക്കെ ഡോക്ടറേറ്റ് തന്ന ആളെ വേണം തല്ലാൻ. ഇത്രയും കപട മുഖം, ഇത്രയും കപട വിശ്വാസം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന, ഇരട്ട വാദവുമായി നടക്കുന്ന നിന്നെയൊന്നും തച്ചിട്ട് ഒരു കാര്യമില്ല. ഇനി നമുക്ക് കാണാനുള്ളത് ഇയാൾ തൊട്ടടുത്ത ദിവസം നടന്ന മീറ്റ് ദ എഡിറ്റേഴ്സിൽ നടത്തിയ പ്രസ്താവനകളാണ്. തലേ ദിവസത്തിന് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളാണ്. അതിൻ്റെ കൂടെ ഇയാളുടെ ഒരു വ്യാജ പ്രചരണം ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ വ്യാജ പ്രചരണം എന്തായിരുന്നു വെച്ചാൽ, ആ കുട്ടിയെയും കുടുംബത്തെയും കുറ്റപ്പെടുത്താൻ വേണ്ടി, ആ സ്കൂളിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇയാൾ പച്ചക്കള്ളം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ആ പിതാവ് തൻ്റെ കുട്ടിയെ ഇതിനു മുമ്പും 4 തവണ മറ്റു സ്കൂളിൽ നിന്ന് TC വാങ്ങി പോന്നിട്ടുണ്ട്. ഹിജാബിന്റെ വിഷയത്തിൽ മറ്റു 4 സ്കൂളിൽ നിന്ന് TC വാങ്ങി പോരേണ്ടി വന്നിട്ടുണ്ട് എന്ന വ്യാജ പ്രചരണം ഡോക്ടർ അരുൺകുമാർ രാവിലെ തന്നെ നടത്തിയിരുന്നു. എന്നാൽ ഈ പിതാവിന്റെ അഡ്വക്കേറ്റ് ഉടൻ വന്നുകൊണ്ട് പറഞ്ഞു, ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണത്തിനെതിരെ ഡോക്ടർ അരുൺകുമാറിനെതിരെ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കുകയാണെന്നുള്ളത്. തൊട്ടടുത്ത നിമിഷം ആ പോസ്റ്റ് മുക്കി ഇയാൾ. ഞാൻ യൂട്യൂബിൽ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി. നിർഭാഗ്യവശാൽ ഞാനത് റെക്കോർഡ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാനത് കേട്ടിരുന്നു, അരുൺകുമാറിൻ്റെ ആ പ്രസ്താവന ഞാൻ കേട്ടിരുന്നു. എന്നാൽ അത് റെക്കോർഡ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. പിന്നെ ഈ അഡ്വക്കേറ്റ് വന്നുകൊണ്ട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി. ഈ അരുൺകുമാറിൻ്റെ ഈ ഒരു വ്യാജ പ്രചരണം പുറത്ത് കാണിക്കണമല്ലോ എന്നുള്ളത്. എന്നാൽ അപ്പോഴേക്കും അത് മുക്കിയിട്ടുണ്ട്. എന്നാൽ ആ വ്യാജ പ്രചരണത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇയാൾ നടത്തുന്ന പരാമർശങ്ങളൊന്നും നമുക്ക് കാണാം. ആദ്യം അഡ്വക്കേറ്റ് പറഞ്ഞ ഡോക്ടർ അരുൺകുമാറിനെതിരെ പറഞ്ഞ ആ ഒരു പ്രസ്താവന നമുക്കൊന്ന് കാണാം. അതിനുശേഷം മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഇദ്ദേഹത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഒരു മതഭ്രാന്തുള്ള ആളാണ്. അദ്ദേഹം കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് തുടങ്ങിയിട്ടുള്ള പ്രചാരണങ്ങളാണ് പ്രധാനമായും നടക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺകുമാർ അദ്ദേഹത്തിൻ്റെ മോർണിംഗ് ഷോയിൽ ഇദ്ദേഹം കഴിഞ്ഞ അധ്യയന വർഷങ്ങളിൽ പലപ്പോഴായി 4 തവണയോളം ഹിജാബിൻ്റെ വിഷയത്തിൽ തന്നെ കുട്ടിയെ സ്കൂൾ മാറ്റിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. മാത്രമല്ല, വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നൊക്കെ. ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ പ്രത്യേകിച്ചും ഡോക്ടർ അരുൺകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അത് ബോധപൂർവമാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രചരണം തിരുത്തിയിട്ടില്ലെങ്കിൽ അക്കാര്യത്തിൽ ഞങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിനെതിരെ വ്യാജമായി നടക്കുന്ന പ്രചരണങ്ങൾക്കെതിരെ മാത്രമാണ് ഇപ്പോൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിക്കുന്നത്. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ, ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം അരുൺകുമാർ നടത്തിയത് കൊണ്ടാണ് ആ അഡ്വക്കേറ്റിന് അങ്ങനെ പറയേണ്ടി വന്നത്. അതിന്റെ തൊട്ടടുത്ത നിമിഷമാണ് ആ അരുൺകുമാർ നേരത്തെ പറഞ്ഞ പോസ്റ്റ് മുക്കിയത്. ഏതായാലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അരുൺകുമാർ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിനെ ന്യായീകരിക്കാനാണ് പിന്നീട് ശ്രമിക്കുന്നത്. ആ ന്യായീകരണം നമുക്കൊന്ന് കേൾക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കോണുകളിൽ നിന്ന് വളരെ തീവ്രമായ നിലപാടുള്ള ചില സംഘടനകളുടെ ചില സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് വ്യക്തിപരമായി എനിക്കും ചില മെസ്സേജുകൾ വരുന്നുണ്ട്. ഞാൻ ഈ കുട്ടിയുടെ അച്ഛനുമായി ബന്ധപ്പെട്ട രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തോ പറഞ്ഞു എന്നുള്ളത്. അതിന്ന് അച്ഛനുമായി ഞാൻ രാവിലെ സംസാരിച്ചു. തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. വളരെ കൃത്യമായി കാര്യം ബോധ്യപ്പെടുത്തിയതുമാണ്. ഒരു തരത്തിലും കുട്ടിയുടെ വിദ്യാഭ്യാസത്തെയോ കുട്ടിയുടെ കുടുംബത്തെയോ അപമാനിക്കുന്ന ഒരു നിലപാടും റിപ്പോർട്ടർ ചാനലിൻ്റെയോ വ്യക്തിപരമായ എൻ്റെയോ നിലപാടല്ല. മാത്രമല്ല, ഈ വിഷയത്തിൻ്റെ പല അടരുകളെ വളരെ സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ നിരീക്ഷിക്കുമ്പോൾ അന്നും ഇന്നും ഒരൊറ്റ നിലപാടേ ഉള്ളൂ. ഇതിൻ്റെ വിക്ടിം എന്ന് പറയുന്നത് ഈ കുട്ടിയാണ്. ഈ കുട്ടി മാത്രമല്ല, ആ കുട്ടി പ്രതിനിധാനം ചെയ്യുന്ന സമുദായം കൂടിയാണ്. അതുകൊണ്ട് വ്യക്തമായും പറയാൻ ആഗ്രഹിക്കുന്നു, സംശയത്തിൻ്റെ ലേശമന്യേ
കുട്ടിയോട് അനീതി കാട്ടിയിട്ടുണ്ട്. നിലവിൽ നമ്മുടെ മുന്നിലുള്ള നിയമപരമായ പ്രതിസന്ധി എന്ന് പറയുന്നത്, ഈ കുട്ടിയുടെ മുന്നിൽ, രക്ഷിതാവിൻ്റെ മുന്നിലുള്ള നിയമപരമായ പ്രതിസന്ധി 2018 ഇറങ്ങിയ ഹൈക്കോടതി ജഡ്ജ്മെൻ്റാണ്. മുഷ്താഖിൻ്റെ വിധിയിൽ പറയുന്നത് വളരെ കൃത്യമായി, ഒരു കുട്ടിയുടെ അവകാശവും ഒരു സ്ഥാപനത്തിൻ്റെ അവകാശവും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഒരു ബാലൻസ് ടെസ്റ്റ് അവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡൊമിനൻ്റ് ആയിട്ടുള്ള റൈറ്റ് നിലനിൽക്കുമെന്നുള്ളതാണ്. അത് നിർഭാഗ്യവശാൽ ജസ്റ്റിസ് മുഷ്താഖിൻ്റെ വിധിയിൽ പറയുന്നത് ആർട്ടിക്കിൾ 19 ഉദ്ധരിച്ചുകൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ അവകാശത്തിനാണ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. ആ സ്ഥാപനത്തിന്, അതായത് ക്രൈസ്റ്റ് സ്കൂളിന് അഥവാ ബാക്കി എല്ലാ പ്രൈവറ്റ് സ്കൂളുകൾക്കും അവരുടേതായ റെഗുലേഷൻസ് യൂണിഫോമുമായി ബന്ധപ്പെട്ട് നടത്താം. അതുകൊണ്ട് കുട്ടിയോട് അത് ധരിക്കാൻ, ഹിജാബ് ധരിച്ചുകൊണ്ട് ക്ലാസ്സിൽ പ്രവേശിക്കണമെന്ന് നിർദ്ദേശിക്കാനോ ഈ റെഗുലേഷൻ മാറ്റണമെന്ന് സ്കൂളിനോട് നിർദ്ദേശിക്കാനോ കഴിയില്ല എന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സിംഗിൾ ബെഞ്ച് ജഡ്ജ്മെൻ്റാണ്. അപ്പോൾ ഇയാളുടെ ആ ഒരു വ്യാജ പ്രചരണത്തെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതായത് കുട്ടിയുടെ പിതാവുമായി സംസാരിച്ചു, അതൊക്കെ പറഞ്ഞു തീർത്തിട്ടുണ്ട്, ഞാനൊരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒന്നും പറഞ്ഞിട്ടില്ല, പിതാവിന് ബോധ്യപ്പെട്ടു എന്ന രീതിയിലാണ്. എന്നാൽ ഇന്നലെ ആ അഡ്വക്കേറ്റിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കാണണം. ഞാൻ വായിക്കാം. അത് ഇതാണ്. അഡ്വക്കേറ്റ് അമീൻ ഹസൻ. റിപ്പോർട്ടർ ടിവിയിലെ ഡോക്ടർ അരുൺകുമാർ ഹിജാബ് ധരിച്ചതിന് പുറത്താക്കപ്പെട്ട കുട്ടി നേരത്തെയും അതേ കാരണത്താൽ നിരവധി തവണ സ്കൂൾ മാറിയെന്നും പിതാവ് പഠനത്തിന് പ്രാധാന്യം നൽകുന്നില്ല എന്നുമുള്ള തരത്തിൽ നടത്തിയ പ്രസ്താവനകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നല്ലോ. ആ സമയത്ത് തന്നെ റിപ്പോർട്ടർ ടിവിയുടെ റിപ്പോർട്ടർ കുട്ടിയുടെ പിതാവിനെയും എന്നെയും ബന്ധപ്പെട്ട് ഡോക്ടർ അരുൺകുമാറിന് പിതാവുമായി സംസാരിക്കാൻ താല്പര്യമുണ്ട് എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ അരുണുമായി സംസാരിക്കാൻ താല്പര്യമില്ല എന്നും റിപ്പോർട്ടർ നിലപാട് തിരുത്തട്ടെ എന്നുമുള്ള സമീപനമാണ് കുട്ടിയുടെ പിതാവ് സ്വീകരിച്ചത്. പിന്നീട് ഡോക്ടർ അരുൺകുമാർ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ തിരുത്താം, കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ട എന്ന പ്രതികരണം നടത്തിയതായി അറിഞ്ഞു. നേരത്തെ നടത്തിയ വ്യാജ പ്രചരണം പക്ഷേ റിപ്പോർട്ടർ ടിവി ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് പിൻവലിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാർത്ത പിൻവലിച്ചു എന്ന് അരുൺ അപ്പോൾ സംസാരിച്ച റിപ്പോർട്ടറുടെ ഫോണിൽ പറയുകയും നമ്മൾ അത് വിടുകയും ചെയ്തു. അരുണുമായി ടിവിയിൽ സംസാരിക്കില്ല എന്നതാണ് പിതാവ് ഉറപ്പിച്ച് പറയുന്നത്. പക്ഷേ ഇന്നലെ റിപ്പോർട്ടർ ടിവിയുടെ എഡിറ്റേഴ്സ് അവറിൽ അരുൺ ആരൊക്കെയോ അരുണിനോട് എന്തോ പറഞ്ഞു മെസ്സേജ് അയക്കുന്നു എന്നും പിതാവുമായി പറഞ്ഞു തീർത്തു എന്നും പറയുന്നത് കാണാനിട വന്നു. അത്തരത്തിൽ ഡോക്ടർ അരുണുമായി ഒന്നും പറഞ്ഞു തീർത്തിട്ടില്ല. അത്തരമൊരു പരിഹാര സംസാരം അരുണുമായി നടന്നിട്ടില്ല. റിപ്പോർട്ടർ ടിവിയും അരുൺകുമാറും നടത്തിയ വ്യാജ പ്രചാരണം പിൻവലിച്ചു മാപ്പ് പറയണം. റിപ്പോർട്ടർ ടിവിയും ഡോക്ടർ അരുൺകുമാറും ആ വാർത്ത പിൻവലിച്ചാൽ മാത്രം പോരാ, മാപ്പ് പറയണമെന്നാണ് അഡ്വക്കേറ്റ് പറയുന്നത്. കേസ് കാണിച്ച് ഡോക്ടർ അരുണിനെ പോലെ അധികാരവും ശക്തിയുമുള്ള ഒരാളെ പേടിപ്പിക്കാം എന്നൊന്നും ആരും കരുതുന്നില്ല. മറിച്ച് അതൊരു പാവ മനുഷ്യന്റെ ദുർബലമായ പ്രതിരോധം മാത്രമാണ്. റിപ്പോർട്ടർ വീഡിയോ പിൻവലിച്ച സ്ഥിതിക്ക് കേസിന്റെ സാധ്യതയും കുറവാണ്. പക്ഷേ ധാർമ്മികത ഉണ്ടെങ്കിൽ റിപ്പോർട്ടർ ടിവി ഡോക്ടർ അരുൺകുമാർ നടത്തിയ പരാമർശങ്ങൾ ശരിയാണ് എന്നോ തെറ്റാണ് എന്നോ തീർത്തു പറയണം. അതാണ് മിനിമം നൈതികത. ഡോക്ടർ അരുൺകുമാർ ആ മാന്യത കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അഡ്വക്കേറ്റ് അമീൻ ഹസൻ. മനസ്സിലായല്ലോ ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഡോക്ടർ അരുൺകുമാറിന്റെ ഇരട്ടമുഖം, അയാളുടെ കപടമുഖം നമുക്ക് മനസ്സിലായല്ലോ. പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടാണ് അയാൾ ഇതുവരെയും ആ ചാനലിരുന്ന് സംസാരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇനി അയാളുടെ ഒരു ഷോയും നമ്മൾ ആരും കാണരുത്. ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ കേട്ട് അത് സത്യമാണെന്ന് വിശ്വസിക്കേണ്ട ബാധ്യത നമുക്കില്ലല്ലോ. അത് ജനങ്ങൾക്ക് മുമ്പിൽ പ്രചരിപ്പിക്കേണ്ട ബാധ്യത നമുക്കില്ലല്ലോ. ഇയാളുടെ ഈ ഒരു ഇസ്ലാം വിരുദ്ധത നമ്മൾ ഈ കേരളീയ ജനതയ്ക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പൊ കുട്ടിക്ക് നിയമപരമായ ഒരു പ്രതിസന്ധി എന്ന രീതിയിലേക്ക് ഇയാൾ മാറിയിട്ടുണ്ട്. ഇയാൾ ഇതുവരെ പറഞ്ഞത് ഹൈക്കോടതി വിധി പ്രകാരം കുട്ടി ചെയ്തതാണ് തെറ്റ്, പിതാവ് ചെയ്തതാണ് തെറ്റ്, മന്ത്രി ചെയ്തതാണ് തെറ്റ്, അല്ലെങ്കിൽ ഡി ചെയ്തതാണ് തെറ്റ്, ആ സ്കൂൾ മാനേജ്മെന്റ് ചെയ്തത് ഒരു തെറ്റുമില്ല ഹൈക്കോടതി വിധി പ്രകാരം. ഇപ്പോൾ ഇയാൾ അതൊന്നും മയപ്പെടുത്തിയിട്ട് കുട്ടിയുടെ മുമ്പിലുള്ള നിയമ പ്രതിസന്ധി എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനിയും മാറ്റും, വഴിയെ കാണാം. സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഹൈക്കോടതി വിധി എന്നുള്ളത് സ്കൂളിന്റെ നിയമം മറികടന്നുകൊണ്ടുള്ള ഒരു അവകാശം കുട്ടിക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. ഇവിടെ സ്കൂളിന്റെ നിയമം മറികടക്കുന്നില്ല, സ്കൂളിന്റെ നിയമം പാലിച്ചുകൊണ്ട് തന്നെയാണ്, യൂണിഫോം ധരിച്ചുകൊണ്ട് തന്നെയാണ് കുട്ടി സ്കൂളിൽ എത്തിയിട്ടുള്ളത്. എന്നാൽ ആ യൂണിഫോമിന് പുറമെ തന്റെ വിശ്വാസത്തിന്റെ ഭാഗമായ ഒരു തട്ടം ധരിക്കുന്ന എന്നേ ഉള്ളൂ. അത് എല്ലാ സ്കൂളുകളും അനുവദിച്ച കാര്യമാണ്. ഗവൺമെന്റ് സ്കൂളിലാണെങ്കിലും പ്രൈവറ്റ് സ്കൂളുകളാണെങ്കിലും സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യമാണ് ആ യൂണിഫോമിന്റെ കൂടെ തട്ടമിടുക എന്നുള്ളത്, ആ യൂണിഫോമിന്റെ കളറായിരിക്കും എന്നുള്ളത്. എന്നാൽ ഈ സ്കൂളിന് മാത്രം ഒരു പ്രത്യേക നിയമം എന്നുള്ളത് ആ സ്കൂളിന്റെ നിയമാവലിയിൽ പോലും കാണാത്ത കാര്യമാണ്. ആർക്കും അത് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും ഇയാൾ പറയുന്നത് ആ കുട്ടി നിയമം തെറ്റിച്ചു എന്നുള്ളതാണ്. സ്കൂളിന്റെ നിയമത്തിനെതിരായി ആ കുട്ടി ചെയ്തു, അത് ഹൈക്കോടതി വിധി പ്രകാരം നിലനിൽക്കില്ല എന്നുള്ളതാണ് ഇയാൾ വീണ്ടും വീണ്ടും പറയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്.
ഇയാളുടെ മനസ്സിലെ ഉള്ളിലെ വിഷമാണ് ഇവിടെ വ്യക്തമായിട്ട് നമ്മൾ കാണിക്കുന്നത്. ഏതായാലും ഇത്രയും കണ്ട നിങ്ങൾക്ക് ഈ ഡോക്ടർ അരുൺകുമാറിൻ്റെ വിഷലിപ്തമായ വാക്കുകളും പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളും വ്യാജ പ്രചരണങ്ങളും ഒക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഇന്നലെ ഉണ്ടായ സംഭവം എന്താണ്? ഇന്നലെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ കണ്ടു ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് നടത്തിയ വർഗീയ പരാമർശങ്ങൾ, ആ പ്രിൻസിപ്പൾ നടത്തിയ പേടിപ്പെടുത്തുന്ന ചില പരാമർശങ്ങൾ കാരണം ആ സ്കൂളിൽ നിന്നും 2 കുട്ടികൾ കൂടി TC വാങ്ങി പോകുന്നു എന്നുള്ളത്. ആ കുട്ടിയുടെ മാതാപിതാക്കൾ അത് ചാനലുകാരോട് തുറന്നു പറഞ്ഞു എന്നുള്ളത്. ആ കുട്ടിയുടെ മാതാവ് പറഞ്ഞ കാര്യങ്ങൾ കൂടി കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. എന്താണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം ജസ്ന? ഇങ്ങനൊരു വിവാദം നടക്കുന്ന ഒരു സ്കൂളിലേക്ക് ഇനി എന്റെ മക്കളെ വിടാൻ എനിക്ക് താല്പര്യമില്ല. ഒരു ഹിജാബ് ഇട്ട് വരുന്ന കുട്ടി മറ്റുള്ള കുട്ടികൾക്ക് ഭയം ഉളവാക്കുന്നു എന്ന രീതിയിൽ ചില പ്രസ്ഥാനങ്ങൾ ഒരു പറയുകയുണ്ടായി. അത് പ്രത്യേകിച്ച് പ്രിൻസിപ്പളും PTA പ്രസിഡന്റുമാണ് അങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞത്. പക്ഷേ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഞാൻ ഹിജാബ് ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോ നാളെ എന്റെ മക്കൾക്ക് ഹിജാബ് ഉപയോഗിക്കണം എന്നൊരു ആവശ്യം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറ്റുന്ന തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ അത് കാരണം എന്റെ മക്കളെ ഇപ്പം ഒരു കോൺവെന്റ് സ്കൂളിലേക്ക് തന്നെ മാറ്റാൻ കാര്യം, ആ മിസ് എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ മിസ് എന്നോട് പറഞ്ഞത് എല്ലാ മതസ്ഥരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സ്കൂളാണ് ഞങ്ങളുടേതെന്നാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് കന്യാസ്ത്രീയാണെന്നുള്ളതാണ്. ആ കന്യാസ്ത്രീയായിട്ടുള്ള മാഡം അത്രയും ചേർത്ത് നിർത്തി സംസാരിക്കുമ്പോൾ ഇതും നമ്മുടെ ഈ സെൻട്രൽ ക്ലാസ് സ്കൂളിലെ പ്രിൻസിപ്പളും ഒരു കന്യാസ്ത്രീയാണെന്ന് ഓർക്കണം. അപ്പോൾ ഇവർക്കില്ലാത്ത എന്ത് വിവേചനമാണ് ഇവർക്കുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയുള്ള ഒരു സ്കൂളിലേക്ക്, ഒരു വർഗീയത രീതിയിലേക്ക് സംസാരിക്കുന്ന ഒരു സ്കൂളിലേക്ക് വിടാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ ചേർത്താൻ പോകുന്ന ഒരു സ്കൂളും ഒരു കോൺവെന്റ് സ്കൂളാണ്. ഡോക്ടർ അരുൺകുമാർ മനസ്സിലാക്കേണ്ടത് അതേ നിയമാവലികളുള്ള മറ്റൊരു സ്കൂളിലേക്കാണ് ഈ മാതാവ് തൻ്റെ കുട്ടികളെ ചേർക്കാൻ പോകുന്നത്. അവിടെയും യൂണിഫോം ഉണ്ട്. അവിടുത്തെ പ്രിൻസിപ്പാളും ഒരു കന്യാസ്ത്രീയാണ്. അവർക്കില്ലാത്ത എന്ത് നിയമമാണ് ഈ സെന്റ് റീത്ത സ്കൂളിലുള്ളത്, ഈ മാനേജ്മെന്റിനുള്ളത്? അവിടെ ആ കന്യാസ്ത്രീ വിളിച്ചുകൊണ്ട് നിങ്ങൾ ഹിജാബ് ധരിച്ചു വന്നോളൂ, ഇവിടെ യാതൊരു കുഴപ്പമില്ല, ഞങ്ങൾ എല്ലാ മതക്കാരെയും ചേർത്ത് നിർത്തുന്ന ഒരു നിയമമാണ് ഞങ്ങളുടെ എന്ന് വിളിച്ചു പറയുമ്പോൾ ഈ നാട്ടിലുള്ള മുഴുവൻ ക്രിസ്ത്യാനികളും മുഴുവൻ കന്യാസ്ത്രീകളൊന്നും ആ ഒരു സെന്റ് റീത്ത സ്കൂളിലെ പ്രിൻസിപ്പളിനെ പോലെ അല്ല. ഇവിടെ കേരളത്തിൽ എല്ലാ മതവിഭാഗങ്ങളും പരസ്പര സാഹോദര്യത്തോടെയാണ്, പരസ്പരം സ്നേഹത്തോടെയാണ് കഴിയുന്നത്. എന്നാൽ വിഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഇത്തരം ചില കന്യാസ്ത്രീകൾ മാത്രമാണ് ഇവിടെ പ്രശ്നക്കാർ. എന്നിട്ടും അവരെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന അരുണിനെ പോലെയുള്ള മാധ്യമധർമ്മമില്ലാത്ത മാധ്യമ പ്രവർത്തകരാണ് ഇവിടുത്തെ പ്രശ്നക്കാർ. അവരാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ വിവാദമാക്കി കത്തിച്ച് ഇവിടെ വലിയ പ്രേക്ഷകരെ സമ്പാദിക്കുന്നത്. അരുൺകുമാർ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ മുസ്ലിമായ ഉമ്മ കാണിച്ചത് എന്താണ്? അവിടെ മറ്റു മുസ്ലിം സ്കൂളുകൾ ഇല്ലാഞ്ഞിട്ടല്ല. ഈ കേരളീയ ജനതയ്ക്ക് വലിയൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വർഗീയ സ്വഭാവം കാണിക്കുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളിൽ നിന്ന് കുട്ടിയെ വെട്ടിയിട്ട് മറ്റൊരു ക്രിസ്ത്യൻ സ്കൂളിലേക്ക് ചേർക്കുകയാണ്. അതിനർത്ഥം എന്താ? ഇവിടുത്തെ എല്ലാവരും ആ ഒരു മാനേജ്മെന്റ് പോലെയല്ല. വർഗീയ സ്വഭാവമുള്ള വർഗീയ പ്രസ്താവന നടത്തുന്ന, ഹിജാബ് ധരിച്ചാൽ കുട്ടികൾ പേടിക്കുമെന്നും പറയുന്ന രീതിയിലുള്ള കന്യാസ്ത്രീകളല്ല ഈ കേരളത്തിൽ എല്ലാവരും എന്നുള്ള മെസ്സേജ് ആ മാതാവ് ഈ കേരളത്തിന് സമ്മാനിക്കുകയാണ്. ഡോക്ടർ അരുൺകുമാർ പഠിക്കണം. ആ ഉമ്മയുടെ അടുത്ത് പോയിട്ട് പഠിക്കണം. ആ ഉമ്മയുടെ കാൽ കീഴിലിരുന്ന് പഠിക്കണം ഡോക്ടർ അരുൺകുമാർ എന്താണ് ഇസ്ലാം എന്നുള്ളത്. അവിടുത്തെ പ്രിൻസിപ്പൽ ഒരു കന്യാസ്ത്രീയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ യൂണിഫോം ഉണ്ട് അല്ലേ? അവിടെ യൂണിഫോം ഉണ്ട്, അതിനൊപ്പം ഹിജാബ് യൂസ് ചെയ്യുകയും ചെയ്യാം. ശരി, ഇതിപ്പോ ജസ്ന ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആരൊക്കെയായിട്ട് ചർച്ച നടത്തി? വീട്ടിലെല്ലാവരും ഇതിനോട് യോജിക്കുകയായിരുന്നു? ചർച്ച നടത്തിയില്ല. ഞാനും എന്റെ ഹസ്ബൻഡും മാത്രമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇരുന്ന് ഇങ്ങനെ ഒരു വിവാദം വന്നപ്പോൾ തന്നെ, അതായത് ആ വിവാദത്തിൽ ഏർപ്പെട്ട കുട്ടി ഇത് TC മേടിക്കുന്നു എന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ ഒരു തീരുമാനം എടുത്തിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച ഞങ്ങൾ അവർ ലേഡീസിൽ പോയി. അവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ അവിടെ സംരക്ഷിക്കപ്പെടും എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വെള്ളിയാഴ്ചയാണ് ഞാൻ ഈ ഒരു TCക്കായിട്ട് അവിടെ പോകുന്നത്. ശരി, അപ്പോൾ ചേർക്കാൻ പോകുന്ന സ്കൂളും ഈ പള്ളിയൂരത്തിൽ തന്നെയാണ് അല്ലേ? അതെ അതെ അതെ. അവർ ഈ വിവാദമൊക്കെ അറിഞ്ഞിട്ടുമുണ്ട്. അതിൽ അവരുടെ ഒരു നിലപാട് യൂണിഫോമിനൊപ്പം വേണമെങ്കിൽ ഹിജാബ് ആകാം എന്നുള്ളതാണ് അല്ലേ? അതെ, അതാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഒരു സ്കൂൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം അതാണ്. കാരണം ഇപ്പൊ ഈ ഒരു വിവാദം ഒരു ജാതിപരമായിട്ടോ മതപരമായിട്ടോ കൊണ്ടുപോകാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പോ ഒരു കന്യാസ്ത്രീകളെ, ഒരു സ്കൂളിലെ കന്യാസ്ത്രീ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് ഇവിടെയുള്ള എല്ലാ കന്യാസ്ത്രീകളും അങ്ങനെയാണെന്നുള്ള ഒരു രീതിയിലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് തന്നെ യൂണിഫോമുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു കർക്കശ നിലപാടുണ്ട് എന്ന് ഈ സ്കൂൾ അധികൃതർ നിങ്ങളോട് പറഞ്ഞിരുന്നു? നമുക്ക് വാക്കാൽ പറഞ്ഞില്ലെങ്കിലും അങ്ങനെ ഉണ്ട് എന്നുള്ളൊരു മറ്റുള്ളവരിൽ നിന്നുള്ളൊരു അറിവ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ.
പക്ഷേ അന്ന് ഇപ്പോഴും എന്റെ കുട്ടികൾ ചെറുതാണ്. അവര് 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും മാത്രമാണ് പഠിക്കുന്നത്. ഇപ്പൊ ഞാൻ വേറൊരു സ്കൂളിലേക്ക് മാറ്റുന്നത് നാളെ മുതൽ അവർക്ക് ഹിജാബ് ധരിപ്പിച്ച് വിടാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊന്നുമല്ല. അതായത് ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സ്കൂളിൽ തുടർന്ന് പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം. ശരി. അപ്പോ നാളെ എന്റെ മക്കള് ഈ ഹിജാബിന്റെ വില മനസ്സിലാക്കി എന്നോട് ഹിജാബ് ഇടണം എന്നൊരു ആവശ്യം പറഞ്ഞാൽ അവർക്ക് അതിന് പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി അതിന് പറ്റിയ ഒരു സ്കൂളാണ് ഞാനിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ശരി ജസ്ന, ഇതിൽ മതപരമായ കാര്യമുണ്ട്. അപ്പോഴും ജസ്ന, ഈ കുട്ടികൾ ഹിജാബ് ഇടണം എന്നുള്ളത് ജസ്നയുടെയോ ഭർത്താവിന്റെയോ തീരുമാനമായിട്ട് വരില്ല, കുട്ടികൾ താല്പര്യപ്പെട്ടാൽ അല്ലേ? അതെ, അത് ഉറപ്പാണ്. അവരെ അങ്ങനെ അതായത് ചെറുതിലെ മുതലേ അവര് മനസ്സാലെ ഹിജാബ് ഇടണം എന്ന് തീരുമാനിച്ചു വരുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം ഞാൻ അവരെ വിദ്യാഭ്യാസത്തിനോടൊപ്പം മതവും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ആ മതം മനസ്സിലാക്കുന്ന, യഥാർത്ഥ മതം മനസ്സിലാക്കുന്ന ഒരാള് സ്വാഭാവികമായിട്ടും നമ്മുടെ ബേസിക് നീഡായിട്ടുള്ള ഹിജാബ് ധരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാനും ഒരാളുടെയും കമ്പലിങ്ങിന് അല്ലെങ്കിൽ ഒരു നിർബന്ധത്തിന് വഴങ്ങി ഹിജാബ് ഇട്ട ഒരാളല്ല. ശരി കേട്ടോ, അങ്ങനെ ഹിജാബ് ധരിക്കരുത് എന്നുള്ള നിയമം അവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ വാക്കാൽ പറഞ്ഞിട്ടില്ല. എന്നാൽ എഴുതി കൊടുത്തിട്ടുണ്ടോ? അതുമില്ല. മറ്റുള്ളവരിൽ നിന്ന് കേട്ടറിഞ്ഞ ഒരു നിയമമുണ്ട് എന്നാണ് അറിഞ്ഞത്. അതുകൊണ്ടാണ് അവർക്ക് ആ നിയമം ഇവരുടെ ബൈലോയിൽ കാണിക്കാൻ പറ്റാത്തത്. അങ്ങനെ എഴുതി കൊടുത്തിട്ടില്ല, ഈ പിതാവിനോടോ മാതാവിനോടോ വാക്കാൽ പറഞ്ഞിട്ടില്ല. മറ്റുള്ളവരിൽ നിന്ന് കേട്ടറിഞ്ഞ ഒരു നിയമമാണിത്. ഇങ്ങനെയാണോ സ്കൂൾ ചെയ്യേണ്ടത്? ഇവിടെ മറ്റൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും. റിപ്പോർട്ടർ ചാനലിന്റെ മാത്രമാണ് ഇത്തിരി പ്രശ്നങ്ങൾ. ചില മുസ്ലിം വിരുദ്ധ ചാനലുകാരുണ്ടല്ലോ, റിപ്പോർട്ടർ ചാനൽ, അതുപോലെ ന്യൂസ് 18, ജനം TV, അങ്ങനെ ചില മുസ്ലിം വിരുദ്ധ ചാനലുകളുണ്ട്, ഏഷ്യാനെറ്റൊക്കെ. അപ്പൊ അതിലെ ചില അവതാരകന്മാരുടെ വലിയ പ്രശ്നമാണിത്. ഇപ്പൊ ചോദിക്കുന്നത് എന്താണ്? ആ കുട്ടി ഹിജാബ് ഇടുന്നത് നിങ്ങളെ നിർബന്ധത്തിന് വഴങ്ങിയല്ലോ, സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ? 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. ഇവരൊക്കെ എവിടെയാണ് ജീവിക്കുന്നത്? ചെറിയ കുട്ടികളെ എന്ത് വസ്ത്രം ധരിക്കണമെന്നത് ആ കുട്ടിയാണ് തീരുമാനിക്കുന്നത്, മാതാപിതാക്കളല്ലേ? പ്രായപൂർത്തി എത്തിയാൽ മാത്രമേ അവർക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. പ്രായപൂർത്തി എത്തുന്നവരെ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും മാതാപിതാക്കളാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധം പോലും ഇല്ലാത്തവരാണോ ഈ ചാനലിൽ ഇരിക്കുന്നവർ? നേരത്തെ അരുൺകുമാർ തുടക്കത്തിൽ പറഞ്ഞു, ആ കുട്ടിയുടെ ഇഷ്ടം അല്ലാതെ ഹിജാബ് ധരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയെന്ന്. ആ കുട്ടിയെ എവിടെ ചേർക്കണമെന്നും എന്ത് പഠിപ്പിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് മാതാപിതാക്കളല്ലേ? ആ കുട്ടി എന്ത് കഴിക്കണമെന്നും എവിടെ പോകണമെന്നും ഏത് വസ്ത്രം ധരിക്കണമെന്നും തീരുമാനിക്കുന്നത് മാതാപിതാക്കളല്ലേ? എല്ലാം ചെറുപ്പം മുതലേ കുട്ടിയുടെ ഇഷ്ടമനുസരിച്ചാണോ എല്ലാ മാതാപിതാക്കളും ഇവിടെ എടുക്കുന്നത്? ഇത് മുസ്ലിം വിഭാഗത്തിൽ മാത്രമല്ലല്ലോ, ഹൈന്ദവ വിഭാഗത്തിൽ ആ കുട്ടി പൊട്ടി ധരിക്കണോ എന്നുള്ളത് അവിടുത്തെ മാതാപിതാക്കളാണ് തീരുമാനിക്കുന്നത്. ആ കുട്ടി അവിടെ എന്ത് വസ്ത്രം ധരിക്കണമെന്നതും ഏത് സ്കൂൾ പഠിക്കണമെന്നതും ആ മാതാപിതാക്കളാണ് തീരുമാനിക്കുന്നത്. അത് ക്രിസ്തീയ മതത്തിലാണെങ്കിലും ഈ ലോകത്തുള്ള സകല മനുഷ്യരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നീട് ആ കുട്ടി വളർന്ന് വലുതാവുമ്പോൾ, വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് പ്രായപൂർത്തി എത്തുമ്പോഴാണ് ആ കുട്ടിക്ക് സ്വയം തീരുമാനമെടുക്കുന്നുള്ളൊരു കഴിവുണ്ടാവുക. അതുവരെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. പിന്നെ മുസ്ലിം കുടുംബത്തിൽ ജനിക്കുന്ന ഒരു കുട്ടിക്ക് മതപഠനം നടത്തും, അത് സ്വാഭാവികമല്ല. ഏത് മതത്തിൽ ജനിക്കുന്ന കുട്ടികളാണെങ്കിലും ആ കുട്ടിയുടെ ഇഷ്ടമനുസരിച്ചല്ല മതപഠനം നടത്തുന്നത്. മാതാപിതാക്കളുടെ അതേ മതവിശ്വാസത്തിൽ ആ കുട്ടി ജീവിക്കണമെന്നത് ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമാണ്. അപ്പോൾ ആ കുട്ടിയെ മതപഠനത്തിന് അയക്കും. ആ കുട്ടിയെ മതത്തിന്റെ നിർദ്ദേശമനുസരിച്ചുള്ള വസ്ത്രധാരണം ധരിപ്പിക്കും. അതിനെ ചോദ്യം ചെയ്യാനോ അതിനെ ഒരു അന്ധവിശ്വാസമായിട്ടോ അതിനെ നിയമവിരുദ്ധമായിട്ടോ ചിത്രീകരിക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട. ഇതാണ് റിപ്പോർട്ടർ ചാനലിലെ ഏറ്റവും വലിയ ഒരു അപകടകരമായ ഒരു നീക്കമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ റിപ്പോർട്ടർ ചാനൽ ആദ്യം തിരുത്തണം. അതേപോലെ ഡോക്ടർ അരുൺകുമാറിനെ പോലെയുള്ള വിഷജന്തുക്കളെ പിടിച്ച് പുറത്താക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ ഞങ്ങൾ ബഹിഷ്കരിക്കും. അരുൺകുമാറിന്റെ ഇത്തരം മുസ്ലിം വിരോധമുള്ള പ്രസ്താവനകളും പരാമർശങ്ങളും ഞങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ആ ഉമ്മാക്ക് വലിയ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. ഇത്തരം വർഗീയ പരാമർശങ്ങൾ കൊണ്ട് നടക്കുന്ന സ്കൂളുകളിൽ നിന്ന് തൻ്റെ കുട്ടിയെ വെട്ടി മറ്റൊരു നല്ല സ്കൂളിലേക്ക് ചേർത്തിയതിന് വലിയൊരു മാതൃകയാണ് അവർ കാണിച്ചത്. മറ്റു രക്ഷിതാക്കളും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ആ വർഗീയ പരാമർശം നടത്തുന്ന പ്രിൻസിപ്പളുള്ള സ്കൂളിൽ നിന്ന് എല്ലാ മുസ്ലിം പെൺകുട്ടികളും വെട്ടിമാറ്റണം. എന്നിട്ട് മതസാഹോദര്യമുള്ള എല്ലാ മനുഷ്യരെയും ചേർത്ത് പഠിക്കുന്ന മറ്റ് സ്കൂളുകളിലാണ്, അത് ക്രിസ്ത്യൻ സ്കൂളിലാണെങ്കിലും വേണ്ടിയില്ല, ഹൈന്ദവ സ്കൂളുകളിലാണെങ്കിലും വേണ്ടിയില്ല, അവിടെയാണ് നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അവിടുത്തെ എല്ലാ കുട്ടികളുടെയും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അപ്പോഴേ ആ സ്കൂൾ മാനേജ്മെന്റ് പഠിക്കുകയുള്ളൂ, അരുൺകുമാറിനെ പോലെയുള്ള ആളുകൾ പഠിക്കുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.